നമസ്കാരം. ദൃശ്യ കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വയനാടിൽ ദുരിതത്തിൽപ്പെട്ടവർക്കായി സ്നേഹത്തിന്റെ കവിത എഴുതിയ കടുത്തുരുത്തി സ്വദേശി ബെന്നി. 75-ാം വയസ്സിലും ശ്രുതിയും താളവും തെറ്റാതെ കുഞ്ചമ്പായിയുടെ ഓടക്കുഴൽ സംഗീതം. പഴയ ഫ്രിഡ്ജിനെ ഡ്രയറാക്കി മാറ്റിയ ചേലച്ചോട് സ്വദേശി ഷാജി. വ്യത്യസ്തമായ ഗാനാലാപന ശൈലി കൊണ്ട് റെക്കോർഡുകൾ സ്വന്തമാക്കിയ പത്താംവട്ടം രഘു. ഇതൊക്കെയാണ് ഈ എപ്പിസോഡിൽ. കാണാം ദൃശ്യ കാഴ്ച. വയനാടിനെ കണ്ണീരിലാഴ്ത്തിയ ചൂരൽമല ദുരന്തം. ഈ ദുരന്തത്തിൽ ദുഃഖിക്കുന്നവരോടുള്ള അലിവും സ്നേഹവും കവിതകളാക്കി മാറ്റിയിരിക്കുകയാണ് കടുത്തുരുത്തി കീഴൂർ സ്വദേശിയായ ബെന്നി. കൃഷിയും ടാപ്പിങ്ങും ഒക്കെയായി മുന്നോട്ട് പോകുന്ന ബെന്നി തനിക്ക് കിട്ടുന്ന ഒഴിവു സമയങ്ങളിലാണ് കവിതകൾ രചിക്കുന്നത്. വയനാട് എന്ന മലയോര ഗ്രാമത്തിനെ കണ്ണീരിലാഴ്ത്തിയ ചൂരൽമല ദുരന്തത്തിൽ വേദനിക്കുന്നവരോടുള്ള അലിവും സ്നേഹവും കവിതകളാക്കി ദുരന്തത്തിന്റെ 1-ാം വാർഷികത്തിൽ ബെന്നി ആ മലയോര നാടിന് സമർപ്പിച്ചു. കടുത്തുരുത്തി കീഴൂർ സ്വദേശിയാണ്. മുളക്കുളം പഞ്ചായത്ത് 10-ാം വാർഡിലാണ് ബെന്നി താമസിക്കുന്നത്. റബ്ബർ ടാപ്പിങ്ങും കൃഷിക്കാരനുമായ ബെന്നി വാർത്താമാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ ജോലി സമയങ്ങളിൽ മനസ്സിൽ കവിതകളാക്കി ചിട്ടപ്പെടുത്തി ഒഴിവു സമയങ്ങളിൽ കടലാസിൽ പകർത്തുകയാണ് ചെയ്യുന്നത്. എനിക്ക് ടാപ്പിങ്ങും പിന്നെ അത്യാവശ്യം കൂലിപ്പണിക്ക് പോകും. പിന്നെ ഇപ്പം സീസൺ ഈ ഷെയ്ഡൊട്ടിലാണല്ലോ. അപ്പം ഞാൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ ഷെയ്ഡൊട്ടിക്കാൻ പോകും. അല്ലാത്ത ദിവസം വീട്ടിലും സ്ഥലം പണികൾ അല്ല ചില പണികളൊക്കെ ആയിട്ടങ്ങ് പോകും. അപ്പം ഞാനിങ്ങനെ പണിയെടുക്കുമ്പോഴും ഞാൻ ചിന്തിക്കും. അപ്പം വാർത്തയായിട്ടൊക്കെ അല്ലേ ഇറങ്ങുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കാം, ഇത് അങ്ങനെയാണല്ലോ, നമുക്ക് അന്ന് ഇങ്ങനെ വാക്കുകളൊക്കെ കുറിക്കാം. അപ്പോൾ എനിക്ക് തരം കിട്ടുമ്പോൾ ഞാനിതുപോലെ ബുക്കുമായിട്ടാണ് കട്ടിലിരിക്കുള്ളത്. അപ്പം അന്നേരം ഇങ്ങനെയുള്ള ഓരോ നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ ഞാനത് കുറിച്ച് വയ്ക്കും. എന്നിട്ട് അതിനോട് ചേർന്ന് നമ്മുടെ ആ തന്മയത്വത്തോടുള്ള വാക്കുകളും അറിവുകളും വെച്ച് അത് കൂട്ടിച്ചേർക്കുക. ഞാൻ വാർത്തകൾ നിരന്തരം, ഞാൻ എപ്പോഴും വാർത്ത കേൾക്കുക. എല്ലാ ചാനലും വാർത്ത കേട്ടുകൊണ്ടിരിക്കുക. അപ്പം അത് അക്കമിട്ട് ഞാൻ ഓരോ വരികളും കുറിക്കുക മാറും. അതെല്ലാം കൂടെ മൊത്തം ഞാൻ കണക്കൂട്ടി കൊണ്ടുവന്ന് എഴുതിയിരിക്കുന്ന കവിതയാണ് മുണ്ടക്കൈ. വയനാടിൻ്റെ മക്കൾക്കായെന്നാണ് ഞാൻ അതിൻ്റെ ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. കവിതകൾ തൻ്റെ ഇടവക വികാരിയും കലാകാരനുമായ ഫാദർ ജോസഫ് വയലിലുമായി പങ്കുവച്ച് ക്രിസ്തീയ ഗാനങ്ങൾ ഉൾപ്പെടെ പള്ളിക്കോയറിൽ പാടിക്കും. കവിതകളും ഒക്കെ എഴുതി വരുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടിയിട്ട് എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ള ആരാധനാഭാവവും ഭക്തിഭാവവും അതുപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങളും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് വേദനിക്കുന്നവരോടുള്ള അദ്ദേഹത്തിൻ്റെ അലിവും സ്നേഹവും ഒക്കെ. അത് ചൂരൽമലയിലെ ദുരിതമുണ്ടായ അവസരത്തിൽ അദ്ദേഹം ഒരു കവിത എഴുതുകയും അതിനകത്ത് വളരെ സ്പഷ്ടമായിട്ട് അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാടിൻ്റെ നൊമ്പരമേ അർജുൻ മാറിയ നൊമ്പരവും കേരള മക്കൾ സഹിക്കില്ല. വയനാടിൻ്റെ നൊമ്പരമേ അർജുൻ മാറിയ നൊമ്പരവും കേരള മക്കൾ മരിക്കില്ല. മുണ്ടക്കൈയിൽ കണ്ടകലി ചാലിയർ പുഴയിലടിഞ്ഞല്ലോ. മുണ്ടക്കൈയിൽ കണ്ടകലി. മുഖ്യമന്ത്രിമാരായിരുന്ന ഉമ്മൻചാണ്ടിയെയും PS അച്യുതാനന്ദനെയും ജനങ്ങൾ എത്രത്തോളം നെഞ്ചിലേറ്റി എന്നതിനുള്ള തെളിവാണ് അവരുടെ വിയോഗത്തിൽ മണിക്കൂറുകൾ നീണ്ട വിലാപയാത്രകൾ. ആ വിലാപയാത്രകൾ കവിതകളാക്കി ബെന്നി ദൃശ്യപ്രേക്ഷകർക്കായി പങ്കുവച്ചു. സൂര്യാസ്തമയങ്ങൾ വണങ്ങി നിന്നു വിയസിൻ വിരകത്തിൽ പങ്കുചേർന്നു. പെയ്തു തീരാത്ത മഴയും കണ്ണുനീർ വാർത്തവർ മാറി നിന്നു. ഗർജിക്കും സിംഹങ്ങൾ മോഹമായി നിന്നു. അലറുന്ന സിംഹം കടന്നുപോയി. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമുള്ള ബെന്നി ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെ 150ഓളം കവിതകൾ രചിച്ചിട്ടുണ്ട്. പാപങ്ങളെല്ലാം ഞാനറിഞ്ഞു, ഭാരങ്ങളെല്ലാം ഞാൻ ചുമന്നു. ഭാരപ്പെട്ടു ഞാൻ
ഭാരപ്പെട്ടു ഞാൻ കുരിശു വഹിച്ചു, ഗാഗുൽത്തമലയിൽ ഞാനലിഞ്ഞു. ഇടവക അംഗങ്ങളും നാട്ടുകാരും ബെന്നിയുടെ ഭാര്യ ജെസിയും മകൻ ബിജോയിയും മകൾ ബിൻസിയും രചനകൾക്ക് കട്ട സപ്പോർട്ടുമായി കൂടെ തന്നെയുണ്ട്. പഞ്ചായത്ത് മെമ്പറാണ്. ഇവിടുത്തെ പൊതുരംഗത്ത് നമ്മൾ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. നമ്മുടെ നാട്ടിൽ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൊരു കലാകാരൻ വളർന്നു വരുന്നതിന് ഏറ്റവും വലിയ ആശംസ നേരുകയാണ് നമുക്ക്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം വിവിധ മേഖലകളിലായിട്ട് ചൂരമ്മലേനെ പറ്റിയും ഉമ്മൻചാണ്ടിനെ പറ്റിയും കൊറോണ കാലത്തും ഇപ്പോൾ വി.എസ്. സച്ചിദാനന്ദനെ പറ്റിയും പുള്ളി വിവിധ കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയാണ്. ഞാനിപ്പം എഴുതിക്കൊണ്ടിരിക്കുന്നത് ഭൂമിതന്തുക്കം. ഭൂമി സഹിച്ച് പീഡനങ്ങളും കൊലപാതകങ്ങളും എല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഭൂമിയെക്കുറിച്ച് 2 വാക്കുകൾ ഞാൻ കവിതയിലൂടെ അവതരിപ്പിക്കുക. ഭൂമി ബന്ധുക്കം ആരറിയുന്നു, സോദര സോദരിയേ. ഭൂമി ബന്ധുക്കം ആരറിയുന്നു. 75-ാം വയസ്സിലും ശ്രുതിയും താളവും തെറ്റാതെയുള്ള കുഞ്ഞമ്പായിയുടെ ഓടക്കുഴൽ സംഗീതം നമ്മളെ കൊണ്ടുപോകുന്നത് മറ്റൊരു ആസ്വാദന തലത്തിലേക്കാണ്. 10-ാം വയസ്സ് മുതൽ സ്വയം പഠിച്ചെടുത്തതാണ് കുഞ്ഞമ്പായി ഗോപാലൻ ഈ ഓടക്കുഴൽ സംഗീതം. കാണാം കുഞ്ഞമ്പായിയുടെ വിശേഷങ്ങൾ. പ്രകൃതിയുടെ സംഗീതമായ ഓടക്കുഴൽ വാദനം ഈ പ്രായത്തിലും കുഞ്ഞമ്പായി ചേട്ടന് വഴങ്ങും എന്നത് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ചെറുപ്പം മുതൽ ഓടക്കുഴൽ വാദനം തുടങ്ങിയ കുഞ്ഞമ്പായി ചേട്ടൻ സ്വയം പഠിച്ചെടുത്തതാണ് ഇതെല്ലാം. ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ വായന കേട്ട തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരു സംഗീതമറിയുന്ന കോൺട്രാക്ടർ കുറച്ചു പാഠങ്ങൾ പറഞ്ഞു കൊടുത്തതല്ലാതെ ബാക്കിയെല്ലാം തനിയെ പഠിച്ചെടുത്തതാണ്. എട്ട് വർഷത്തോളം കുടമാളൂരിലെ ഹരിയോം എന്ന നൃത്ത സംഘത്തോടൊപ്പം ഓടക്കുഴൽ വാദനത്തിന് പോയിരുന്നു. ക്ഷേത്രങ്ങളിൽ നിരവധി ഭജന സംഘത്തോടൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ MC ചാക്കോയുടെ നാടകത്തിൽ പശ്ചാത്തല സംഗീത സംഘത്തോടൊപ്പവും പ്രവർത്തിച്ചു. പ്രാദേശിക ഉത്സവാഘോഷങ്ങളിൽ ഭക്തിഗാനമേളകളിലും സജീവ സാന്നിധ്യമാണ്. കോവിഡിന് ശേഷം അല്പം ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പരിപാടികളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി കുരിശുപള്ളി കവലയിലാണ് വാഴേപ്പറമ്പിൽ മാളിയേക്കപ്പാലം കുഞ്ഞമ്പായി ഗോപാലൻ്റെ താമസം. ഭാര്യ തങ്കമ്മ, 3 മക്കളുണ്ട്.
ചെറുപ്പം മുതലേ 8-10 വയസ്സായപ്പോൾ മുതലേ ഇങ്ങനെ കുഴൽ ഊതുമായിരുന്നു. അപ്പം അന്ന് കുഴലിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു തമിഴിലെ ഒരു മേസ്ത്രി പണിക്ക് വന്ന ഒരു കോൺട്രാക്ടർ വർക്കിന് വന്ന ഒരാൾ ഞാൻ ഊതുന്ന കേട്ട് എന്നെ വന്ന് കണ്ടേച്ചും പറഞ്ഞു, എന്നെ പുള്ളി കാണിച്ചു തരികയാണ് വായിക്കേണ്ട രീതികൾ. കുഴൽ ആരോഹണം അവരോഹണം ഇങ്ങനെ ചലനത്തിലേക്കൊക്കെ ശബ്ദം പ്രവേശിക്കുന്നത് കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ അവിടെ മുതൽ പാട്ടുകളൊക്കെ വായിക്കാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞ് ഇപ്പം ക്ഷേത്രങ്ങളിലൊക്കെ പോയി വായിക്കും, പിന്നെ ഉത്സവ സമയങ്ങളിൽ വായിക്കും. അത് കഴിഞ്ഞ് ആ കുടമാളൂർ ഹരിയോം നൃത്തവേദി അവരുടെ കൂട്ടത്തിൽ ഒരു 8 വർഷക്കാലം ബാലെ ട്രൂപ്പിൽ വായിക്കാൻ പോകുമായിരുന്നു. പിന്നെ പശ്ചാത്തലങ്ങളാണ് വായിക്കുന്നത്, പാട്ടുകളൊന്നുമല്ല കൂടുതലും. പിന്നെ ചില അമത്തർ നാടകങ്ങളിലുമൊക്കെ ഈ ഓണാഘോഷ പരിപാടി ഇതിനെയൊക്കെ ഉള്ള നാടകത്തിലും ഈ പശ്ചാത്തലങ്ങൾ വായിക്കാൻ പോകും. പിന്നെ നേരം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് വായിക്കും. വേറെ പ്രത്യേകിച്ച് പ്രോഗ്രാമിനൊന്നും പോയിട്ടില്ല. ക്ഷേത്ര പരിപാടിക്കൊക്കെ പോകുമായിരുന്നു. ഭജന എവിടെയുണ്ടല്ലോ അവിടെ പോകുമായിരുന്നു. അങ്ങനെ കുറച്ച് ശാസ്ത്രീയ കാലങ്ങളുടെ കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഭജനയ്ക്ക് പാടാനൊക്കെ പോകുമായിരുന്നു. കുഞ്ഞമ്പായി ചേട്ടൻ്റെ ഓടക്കുഴൽ വിളി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. കാർഷിക ആവശ്യങ്ങൾക്കുള്ള പഴയ ഡ്രമ്മുകൾ വാങ്ങണമെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. എന്നാൽ പഴയ ഫ്രിഡ്ജിനെ ഡ്രയറാക്കി മാറ്റിയിരിക്കുകയാണ് ചേലച്ചൂട് സ്വദേശിയായ ഷാജി. ജാതി കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് വലിയൊരു കൈത്താങ്ങാണ്. കാണാം ഷാജിയുടെ വിശേഷം. കാലവർഷത്തിൽ ജാതി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കായും പത്രിയും ഉണങ്ങിയെടുക്കുക എന്നുള്ളത്. ഇതിന് പരിഹാരമായാണ് ചേലച്ചുവട് ചുരുളി സ്വദേശി തെങ്ങുംതെറ്റയിൽ ഷാജി പഴയ ഫ്രിഡ്ജിൽ നിർമ്മിച്ചെടുത്ത ഡ്രയറുകൾ. 40 വാട്ട്സിൻ്റെ 4 ബൾബുകൾ കൊണ്ടാണ് ഡ്രയറിൻ്റെ പ്രവർത്തനം. 24 മണിക്കൂർ ഡ്രയർ പ്രവർത്തിക്കുന്നതിന് 2.5 യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ആവശ്യമുള്ളത്. ജാതിക്ക, കൊക്കോ, പരിപ്പ്, ഇറച്ചി, കുടംപുളി, മല്ലി, മുളക്, കൊപ്ര എന്നിവയെല്ലാം നല്ല ക്വാളിറ്റിയിൽ ഡ്രയറിൽ ഉണങ്ങിയെടുക്കുവാൻ പറ്റുമെന്ന് ഷാജി പറയുന്നു. ഇതൊരു മിനി ഡ്രയറാണ്. നമ്മുടെ വീട്ടിൽ കേടായി പോകുന്ന ഫ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായിട്ട് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്കൊരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഒരു 5000 രൂപ മുടക്കം ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ചെയ്യുന്നതിന് ഇതിന് കറണ്ട് ചാർജ് വളരെ കുറവാണ്. 40 വാട്ട്സിന്റെ 4 ബൾബാണ് ഉപയോഗിക്കുന്നത്. ഒരു 12 മണിക്കൂർ കൊണ്ട് ജാതിപത്രി ഉണങ്ങിയെടുക്കാൻ പറ്റും. ഒരു 24 മണിക്കൂർ കൊണ്ട് ജാതി കായ് ഉണങ്ങിയെടുക്കാം. പിന്നെ വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുക്കാവുന്ന എന്ത് സാധനം ഇതിൻ്റെ അകത്ത് വെച്ച് ഉണങ്ങിയെടുക്കാം. ഇതിന്റെ കറണ്ട് ചാർജ് വളരെ കുറവായിരിക്കും. ഒരു 24 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 2.5 യൂണിറ്റ് കറണ്ടേ ആകത്തുള്ളൂ. പിന്നെ ഫ്രിഡ്ജ് കൊണ്ടുവരുന്നവർക്ക് 5000 രൂപയ്ക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജ് വേണ്ടവർക്ക് ഇപ്പൊ ഫ്രിഡ്ജ് കിട്ടാനില്ലാത്തതുകൊണ്ട് ഒരു 6500 രൂപയൊക്കെ മുടക്ക് വരും ഫ്രിഡ്ജ് ഇല്ലാതെ ചെയ്യുന്നതിന്. വളരെ ചിലവുകളാണ് ചെയ്തെടുക്കുന്നത്. ഫ്രിഡ്ജ് ആരും കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 5000 രൂപ ചെയ്ത് കൊടുക്കാൻ പറ്റും. മാർക്കറ്റിൽ ഡ്രയറുകൾക്ക് വൻ വില നൽകി കർഷകർ വാങ്ങേണ്ടി വരുമ്പോൾ പഴയ ഫ്രിഡ്ജ് നൽകിയാൽ 5000 രൂപയ്ക്കും ഫ്രിഡ്ജ് നൽകാതെ 6000 രൂപയ്ക്കുമാണ് ഷാജി ഡ്രയർ നിർമ്മിച്ച് നൽകുന്നത്. ഫ്രിഡ്ജിൽ നിർമ്മിച്ച ഡ്രയറുകൾക്ക് അന്യജില്ലയിൽ നിന്ന് പോലും ആവശ്യക്കാർ ഏറെയാണ്. നല്ലൊരു കർഷകൻ കൂടിയായ ഷാജിയുടെ ഡ്രയറുകൾ മഴക്കാലത്ത് ജാതി കർഷകർക്ക് വലിയ കൈത്താങ്ങാകും എന്നതിൽ സംശയമില്ല. സംഗീത ആലാപനത്തിൽ വ്യത്യസ്തമായ ശൈലികൾ കൊണ്ടുവന്ന് റെക്കോർഡിട്ടിരിക്കുകയാണ് ചങ്ങനാശ്ശേരി കുറിച്ചി സ്വദേശിയായ പത്താമുട്ടം രഘു. ഇലക്ട്രിക് പ്ലംബിംഗ് ജോലിക്കാരനായ പത്താമുട്ടം രഘു ഇനിയും കൂടുതൽ സംഗീതത്തിന്റെ വൈവിധ്യങ്ങളിലേക്ക് കടക്കുകയാണ്. കാണാം രഘുവിന്റെ സംഗീത വിശേഷങ്ങൾ. ഒരു കർഷക കുടുംബാംഗമായ പാത്താമുട്ടം രഘു ചെറുപ്പം മുതലേ പാടുമായിരുന്നു. കുളങ്ങര അനിയനായിരുന്നു ആദ്യ ഗുരു. പാട്ടുകൾ വ്യത്യസ്ത ശൈലികളിലൂടെ അവതരിപ്പിക്കുവാനായിരുന്നു രഘുവിന് താല്പര്യം. കുടുംബത്തിൽ സംഗീതത്തിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരായി ആരുമുണ്ടായിരുന്നില്ല.
ഒട്ടേറെ വേദികളിൽ പാടുവാനുള്ള അവസരം രഘുവിന് ലഭിച്ചു. ഭക്തിഗാനങ്ങളും സിനിമാ ഗാനങ്ങളും ഉൾപ്പെടെ 2000-ഓളം വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള പാത്താമുട്ടം രഘു 2010 പാത്താമുട്ടം SNDP ശാഖാ ക്ഷേത്രാങ്കണത്തിൽ നിന്നും ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിലേക്ക് 25 കിലോമീറ്റർ ദൂരം നഗ്നപാതനായി നടത്തിയ സംഗീത പഥസഞ്ചലനത്തിലൂടെയാണ് സംഗീത ആലാപനത്തിൽ വ്യത്യസ്തമായ ശൈലികൾ പിന്തുടരുവാൻ ആരംഭിച്ചത്. പിന്നീട് ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം മുതൽ നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം വരെ വിവിധ സ്ഥലങ്ങളിലൂടെ 30 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് സംഗീത പഥസഞ്ചലനം നടത്തി. ഏതൊരു പ്രവൃത്തിയോടൊപ്പവും പാട്ടുകൾ പാടാമെന്നും അതിലൂടെ ഏകാഗ്രത വർദ്ധിപ്പിക്കാമെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം. 2015 സംഗീത ദിനത്തിൽ യോഗയും ദൈവദശകവും സമന്വയിപ്പിച്ച് വേറിട്ട പരിപാടിയിലൂടെ ആദ്യമായി യൂണിവേഴ്സൽ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കി. കുറിച്ചി KNM ലൈബ്രറിയിലായിരുന്നു പരിപാടി. ഭുജംഗാസനത്തിൽ ആരംഭിച്ച് അർദ്ധശലഭാസനം ചെയ്ത് അവസാനിപ്പിക്കുന്ന തരത്തിൽ യോഗയ്ക്കിടയിൽ ദൈവദശകം ആലപിക്കുകയായിരുന്നു. പിന്നീട് ഒരേ ട്രാക്കിലൂടെ 5 വ്യത്യസ്ത ഗാനങ്ങൾ ആലപിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അർഹനായി. കോവിഡ് കാലത്ത് രോഗമുക്തിക്കായി 41 മണിക്കൂർ തുടർച്ചയായി സർവമത പ്രാർത്ഥനയും അഖണ്ഡനാമ സംഗീതാർച്ചനയും നടത്തി വജ്ര വേൾഡ് റെക്കോർഡിൽ ഇടം കണ്ടെത്തി. ഇക്കഴിഞ്ഞ സംഗീത ദിനത്തിൽ കുറിച്ചി KNM പബ്ലിക് ലൈബ്രറിയിൽ ഒരുക്കിയ മ്യൂസിക്കൽ ആൻഡ് ചെസ് സമന്വയം സംഗീതത്തോടൊപ്പം ചെസ് കളിക്കാമെന്നും ഇത് ചിന്താശേഷി കൂട്ടുവാൻ വളരെയധികം ഗുണകരമാണെന്നും ഓർമ്മപ്പെടുത്തി. ഇതിലൂടെ രഘു കേരള ബുക്ക് ഓഫ് റെക്കോർഡിനും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിനും അർഹനായി. ഓരോ വേദികളിലും പ്രത്യേക നിരീക്ഷകർ എത്തിയാണ് റെക്കോർഡിനായി പരിഗണിച്ചത്. വിവിധ സാമുദായിക സാംസ്കാരിക സംഘടനകളിൽ നിന്നും നിരവധി പുരസ്കാരങ്ങൾ രഘുവിന് ലഭിച്ചിട്ടുണ്ട്. അതെ, ഞാൻ ഒത്തിരി സംഗീതമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അതിലൊരു വ്യത്യസ്തൻ ആളുടെ ഒരു പരിപാടിയാകുമ്പോൾ ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ട് പാടിയതും യോഗ ചെയ്തുകൊണ്ട് പാടിയതും. പിന്നെ ഒരു ട്രാക്ക് ഇട്ടിട്ട് അതിലും വ്യത്യസ്തമായിട്ടുള്ള 8 പാട്ട് പാടിയത്. അതുപോലെ തന്നെ ഇപ്പം പാട്ടിനോടൊപ്പം ചെസ്സ് കളിച്ചത്. അപ്പോൾ അതൊക്കെ ഒരു വ്യത്യസ്തതയാകുമ്പോൾ കൂടുതൽ ആകർഷിക്കപ്പെടും എന്നുള്ള ഒരു ഇതിലാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ അത് ഗുണകരമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം സുഖമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കുറച്ച് പ്രോഗ്രാംസും അധികമായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാം പൊതു സമൂഹത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു പിന്തുണയുണ്ടെന്നോ അല്ലേ? തീർച്ചയായിട്ടും നല്ല സഹകരണം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഈ പരിപാടിക്കെല്ലാം ഒട്ടുമുക്കാലും KNM ലൈബ്രറിയാണ് കൂടുതലായിട്ട് ഇതിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. യൂരസ്മികളുണ്ട്, പക്ഷേ കൂടുതലായിട്ടും KNM ലൈബ്രറിയാണ് കൂടുതലായിട്ട് അവസരം ഒരുക്കിയിരിക്കുന്നത്. വൃദ്ധസദനങ്ങളിലും വിവിധ സർക്കാർ ആശുപത്രികളിലും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസം പകരാൻ മ്യൂസിക് തെറാപ്പിയും രഘു നടത്തുന്നുണ്ട്. ദൃശ്യകാഴ്ചയുടെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം.